ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാൻസ് വേൾഡ്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ആർഗ്യുമെൻറ്റ് സെഡിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ആർഗ്യുമെൻറ്റ് സെഡ് വേർ സെഡ് ഈസ് ഈക്വൽ ടു 1+i. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1+i ആണ്. ദെൻ നമുക്കറിയാം പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ആർഗ്യുമെൻറ്റ് സെഡ് കാണാനുള്ള ഇക്വേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് y/x ആണ്. സോ ഫസ്റ്റ് നമുക്ക് കോംപ്ലക്സ് നമ്പർ എടുത്ത് എഴുതാം 1+i. ഇതിൽ നിന്ന് നമുക്ക് എക്സും വൈയും എഴുതാൻ നോക്കണം. ദെൻ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്, ദെൻ വൈ എന്ന് പറഞ്ഞാലും 1 ആണ്. therefore ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് y 1/1 is equal to tan inverse 1. tan inverse 1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ π/4 ആണ്. ദെൻ പ്രീവിയസ് വീഡിയോയിൽ 4 കേസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെഡ് ഏത് ക്വാർട്ടറിലാണ് ഉള്ളത് വെച്ചിട്ട് നമ്മളുടെ ആൽഫ വാല്യൂക്ക് വേരിയേഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ തീറ്റ ഈക്വൽ ടു ആൽഫ തന്നെ. ദെൻ സെക്കൻഡ് ക്വാർട്ടറിൻ്റെ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു പൈ മൈനസ് ആൽഫ. ദെൻ തേർഡ് തീറ്റ ഈക്വൽ ടു മൈനസ് പൈ മൈനസ് ആൽഫ. ദെൻ ഫോർത്ത് ക്വാർട്ടറിലാണെങ്കിൽ തീറ്റ ഈക്വൽ ടു മൈനസ് ആൽഫ. ദെൻ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹിയർ നമുക്ക് ഇനി നോക്കാനുള്ളത് നമ്മുടെ സെഡ് ഏത് ക്വാഡ്രൻറ്റിലാണെന്നാണ്. ഹിയർ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ പോസിറ്റീവാണ്. ദെൻ നമ്മുടെ വാല്യൂ വരൽ ഫസ്റ്റ് ക്വാർട്ടറിലാണ്. ദെൻ നമ്മുടെ ആൽഫൻ്റെ വാല്യൂ വന്നിരിക്കുന്നത് π/4. π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇങ്ങനെ ആയിരിക്കും പോയിൻ്റ് വരിക. π/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ നമ്മളുടെ വാല്യൂ വരൽ ഫസ്റ്റ് ക്വാർട്ടറിലാണ്. ഫസ്റ്റ് ക്വാർട്ടറിൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ തീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ആർഗ്യുമെൻറ്റ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1+i ആണെന്ന് പറയൽ ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് -1 ആയിരിക്കും കിട്ടുക. ബിക്കോസ് നമ്മുടെ ഹിയർ എക്സ് ഈസ് ഈക്വൽ ടു -1 ആണ്. ദെൻ വൈ ഈസ് ഈക്വൽ ടു 1. ദെൻ നമ്മൾക്ക് ഏത് ക്വാഡ്രൻ്റാണ് ആ സെഡ് വരുന്നത് നോക്കാം. ഹിയർ -1 ആണ് എക്സ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അത് വരുന്നത് ഈ ഒരു സൈഡിലായിരിക്കാം. ദെൻ 1 എന്ന് പറഞ്ഞാൽ അപ്പർ സൈഡ് തന്നെ. ദെൻ ഇറ്റ് വിൽ ബി ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ദെൻ അവർ സെഡ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. സോ if z lies in second quadrant, then theta is equal to pi minus alpha. So here pi minus alpha is π/4 minus π/4. So it will be plus. Therefore, സോ ഫ്രണ്ട്സ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻ ദിസ് വീഡിയോ. ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന വളരെ സിമ്പിൾ എക്സാമ്പിളാണ്. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ആർഗ്യുമെൻറ്റ് സെഡിന് മറ്റൊരു എക്സാമ്പിൾസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ലൈക്കും അടിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.